മാർക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഒത്തിരി താങ്ക്സ് എനിക്ക് വേണ്ടി പ്രൊമോഷൻ ഇങ്ങനെ ചെയ്യുന്നതിന് ഒരുപാട് താങ്ക് യു സോ മച്ച്. എനിക്ക് അമ്മ ഇപ്പം എന്ത് ചെയ്യുന്നു ചെയ്തോട്ടെ, എനിക്കത് ഒരു ഇതായിട്ട് അങ്ങനെ മൈൻഡ് ചെയ്യാറില്ല. ഇപ്പം അമ്മയുടെ ഇഷ്ടം അതുപോലെ നടക്കട്ടെ, അല്ലാണ്ട് ഞാൻ ആരെയും പേടിച്ചോ. ഹേ ഗായ്സ്, നമസ്കാരം. എൻ്റെ പുതിയ വീഡിയോയിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ടൈറ്റിൽ, തംബ്നെയിൽ, ഡിസ്ക്രിപ്ഷൻ നിങ്ങൾക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും ഞാൻ സംസാരിക്കാൻ പോകുന്ന കോണ്ടന്റ് എന്താണ്. ചിലപ്പോൾ കുറച്ച് ആൾക്കാരുടെ മനസ്സിലെങ്കിലും ഈ ഒരു ചോദ്യം വന്നിട്ടുണ്ടാവും. വൈ രേണുസുതി? കഴിഞ്ഞ 3-4 ദിവസമായി അമിയ അൺഫിൽറ്റേർഡിന്റെ ചാനലിൽ രേണുസുതി മാത്രമേ ഉള്ളൂ. വൈ രേണുസുതി? എൻ്റെ പൊന്നു ചേച്ചി ഈ ഒരു കണ്ടന്റ് നിർത്തിക്കൂടെ എന്ന് ചോദിക്കുന്ന ആൾക്കാരോട് ഞാൻ യൂഷ്വലി ഇതിൻ്റെ ഒരു സൈക്കോളജി പറഞ്ഞുതരാം. യൂഷ്വലി ഞാൻ യൂട്യൂബിലൊരു വീഡിയോ റിയാക്ട് ചെയ്യുക എങ്ങനെയാണെന്ന് വെച്ചാൽ, ഞാൻ ഏതെങ്കിലുമൊക്കെ യൂട്യൂബേഴ്സിന് ചാനലുള്ള കണ്ടന്റോ കാര്യങ്ങളോ അല്ലെങ്കിൽ എനിക്ക് കിട്ടിയിട്ടുള്ള കുറച്ച് വീഡിയോസോ കാര്യങ്ങളോ എടുത്തു വെച്ച് അങ്ങ് സംസാരിക്കുന്നു. അല്ലാണ്ട് ഭയങ്കരം റെഫർ ചെയ്ത് സംസാരിക്കുന്നതും ഉണ്ട്, എന്നാൽ കൂടുതലും റെഫർ ചെയ്യാത്ത കണ്ടന്റും ഉണ്ട്. യൂഷ്വലി എല്ലാവരും ചെയ്തു പോകുന്നത്. അപ്പോൾ ഈ അടുത്ത് എൻ്റെ എൻ്റെ ഒരു ഫ്രണ്ട് പറയണം, അമ്മിയ യു ആർ വെരി ലേറ്റ്. പലരും കണ്ടന്റ് ഇട്ട് കഴിഞ്ഞ് കുറച്ച് കാലം കഴിഞ്ഞിട്ടാണ് പല വിഷയങ്ങളും ഞാൻ എടുത്ത് സംസാരിക്കുന്നത്. അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ വലിയൊരു റെഫറിങ് ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇന്ന് ഞാൻ കുറച്ച് റെഫർ ചെയ്ത് കുറച്ച് സീരിയസ് ഒക്കെ ആയിട്ടാണ് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ റെഫർ ചെയ്യുന്ന സമയത്തൊക്കെ നമ്മൾ ഏറ്റവും കൂടുതൽ റെഫർ ചെയ്യുന്നത് രേണുസുതിയുടെ കോണ്ടന്റാണ്. എത്രയൊക്കെ നിങ്ങൾ നെഗറ്റീവ് പറയുകയാണെങ്കിലും രേണുസുതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടെങ്കിൽ കാണാൻ ആൾക്കാർ വില്ലിങ്ങ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആ കോണ്ടന്റ് തിരയുമ്പം ഡെയിലി കോണ്ടന്റ് കിട്ടുക. അപ്പോൾ ഓരോ കോണ്ടന്റ് കിട്ടുന്ന സമയത്തും നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നുണ്ട് അടുത്ത മൂവ് എങ്ങോട്ടാണ്, അടുത്ത ടേക്ക് എങ്ങോട്ടാണ്, ഇനി എന്താണ് ഇവർ ചെയ്യാൻ പോകുന്നത്, ഇനി എന്താണ് കാണിക്കാൻ പോകുന്നത് എന്നുള്ളൊരു സാധനം. അപ്പോൾ ആ പൾസ് അങ്ങ് ഫീൽ ചെയ്തതോടുകൂടി, രേണു ചേച്ചിയുടെ ഗെയിം അങ്ങ് മനസ്സിലാക്കിയതോടുകൂടി ആ ഗെയിമിൻ്റെ ഓളത്തിനനുസരിച്ച് പോകാമെന്ന് എനിക്കും തോന്നി. അതുകൊണ്ടാണ് കഴിഞ്ഞ 3-4 ദിവസങ്ങളായിട്ട് രേണു ചേച്ചിയുടെ കണ്ടന്റ് ഇങ്ങനെ പോയിക്കൊണ്ട് നിൽക്കുന്നത്. സോ അത് പറഞ്ഞുകൊണ്ട് വീഡിയോ ആരംഭിക്കാം. ഒന്നും കൂടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് രേണു ചേച്ചി നെഗറ്റീവ് വോളീസ് എന്ന് വെച്ചാൽ നമ്മളെപ്പോലെയുള്ള ചില യൂട്യൂബേഴ്സ് ആൻഡ് കിച്ചുവിന് രേണുസുതി റിലേറ്റ് ചെയ്തിട്ട് പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട്, അതും കൂടെ നോക്കാനുണ്ട്. സോ വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുമ്പ് എൻ്റെ വീഡിയോയിലോട്ട് എഗെയിൻ നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളാരും മറക്കണ്ട. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. എന്താണെന്നറിയത്തില്ല, ഞാൻ അവരെ കുറച്ച് എനിക്ക് നെഗറ്റീവ്, അവരുടെ പേരൊന്നും പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കുറച്ച് റിയാക്ഷൻ ഓളുകളുണ്ടല്ലോ എനിക്ക് നെഗറ്റീവ് അടിക്കുന്ന കുറേ കണ്ടന്റ് ഓളുകൾ. ഞാൻ ഈ റിയാക്ഷൻ ഓളികൾ അല്ലെ നെഗറ്റീവ് ഓളികൾ എന്ന് ഉദ്ദേശിച്ചത് മേ ബി ഈ വീഡിയോ ചെയ്യുന്ന നമ്മളെപ്പോലെയുള്ള ആൾക്കാരെ ആയിരിക്കും. ഇപ്പം എൻ്റെ പേര് പറഞ്ഞില്ലെങ്കിലും രേണുസുതി റിലേറ്റ് ചെയ്തിട്ട് കോണ്ടന്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഈ വിളി എനിക്കും സ്വീകരിക്കാം. സോ റിയാക്ഷൻ ഓളികൾ, എനിക്ക് ആ പേര് ഇഷ്ടപ്പെട്ടു. കാരണം ഞാൻ ചെയ്യുന്നത് റിയാക്ഷൻ വീഡിയോ ആണ്. നെഗറ്റീവ് ഓളികൾ അതെനിക്കിഷ്ടമല്ല. പോസിറ്റീവ് ചെയ്യുന്ന വ്യക്തികൾക്ക് പോസിറ്റീവ് ഓളികളാണ്, നെഗറ്റീവ് ചെയ്യുന്ന വ്യക്തികൾക്ക് നെഗറ്റീവ് ഓളികളെയാണ്. രേണുസുതി ചെയ്യുന്ന നല്ല കാര്യങ്ങളെ നല്ലത് എന്ന് തന്നെ ഞാൻ എൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ രേണുസുതി ചെയ്യുന്ന ചില മോശം കാര്യങ്ങളിലോട്ട് വരുന്ന സമയത്ത് അതിനെ മോശമാണ് നമ്മൾ പറഞ്ഞു എന്ന് മാത്രം. സോ നെഗറ്റീവ് ഓളികൾ എന്ന് പറയുന്ന പേര് ചേച്ചിയുടെ തലക്ക് ഇട്ടുകയാണ്. കാരണം ചേച്ചിയാണ് വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് നെഗറ്റീവ് കോൺട്രവേഴ്സികൾ. സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയ പിന്നെ അവന്മാർക്കും അവളുമാർക്കും എല്ലാം അങ്ങ് ആദ്യമാണ് എന്താണ് എനിക്കൊന്ന് ചാരപ്രവൃത്തി ഉണ്ടോ തോന്നുന്നു. എന്ത് ചാരപ്രവൃത്തി? ഈശ്വര, ഞാൻ ഇന്നേ വരെ എൻ്റെ യൂട്യൂബിലും ഇൻസ്റ്റഗ്രാമിലും ഒന്നുപോലും പൈസ കൊടുത്ത് സബ്സ്ക്രിപ്ഷൻ ചെയ്തിട്ടില്ല. അതിൻ്റെ ആവശ്യവുമില്ല, അതിൻ്റെ ഗതികേടുമില്ല. രേണുസുതി ചേച്ചിയുടെ കണ്ടന്റ് സബ്സ്ക്രിപ്ഷനിൽ കയറേണ്ട ആവശ്യമല്ല. ചേച്ചി തന്നെ വളരെ കഷ്ടപ്പെട്ടിട്ട് ഈ ഷാൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ടും പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇതിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ടും പിന്നെ എന്തൊരു സാധനം ഉണ്ടായിരുന്നല്ലോ, എന്താണ് കാറിൻ്റെ സീറ്റ് ബെൽറ്റും പിന്നെ എന്തൊക്കെയോ വെച്ച് ചേച്ചി തന്നെ കുറേ സാധനങ്ങൾ ഇട്ട് തരുന്നുണ്ട്. പിന്നെ സബ്സ്ക്രിപ്ഷനെ കുറിച്ച് ആലോചിച്ചിട്ട് നമുക്ക് ആദ്യമല്ല സബ്സ്ക്രിപ്ഷൻ്റെ ഉള്ളിൽ പോയി നോക്കാനോ അതിനു വേണ്ടി ചാരന്മാരെ വിടാനില്ല. എൻ്റെ റൗണ്ട് സർക്കിളിലുള്ള ഒരാളെയും വിടാൻ പറ്റില്ല. ഏതെങ്കിലും ഒരാളെങ്കിലും സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അവരെ വിടായിരുന്നു. ബാക്കിയുള്ളവരോട് നിനക്കൊന്നും വേറെ പണിയില്ലേന്ന്. ഈ ലോകത്ത് ഇത്രയും സൈറ്റും ഡെവലപ്മെൻറ്റും ഉള്ള സമയത്താണ് ചാരപ്രവർത്തിക്ക് അങ്ങോട്ട് വരെ. ഈ അവന്മാർ തന്നെ സബ്സ്ക്രിപ്ഷൻ ചെയ്തായിരിക്കും. എന്തായാലും ഞാനെടുത്ത പോസ്റ്റൊക്കെ അവന്മാർക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഒത്തിരി താങ്ക്സ് എനിക്ക് വേണ്ടി പ്രൊമോഷൻ ഇങ്ങനെ ചെയ്യുന്നതിന് ഒരുപാട് താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച് ചേച്ചി. കാരണം ഞങ്ങൾ വഴി ചേച്ചിക്ക് പ്രൊമോഷൻ കിട്ടുന്നുണ്ടെങ്കിൽ ആ പ്രൊമോഷൻ ഇടാനുള്ള കണ്ടന്റുകൾ ഡെയിലി ഞങ്ങൾക്ക് തരുന്നതിന് താങ്ക് യു സോ മച്ച്. ഞാൻ ഇന്നലെ വീഡിയോ ഇട്ടു, മെഞ്ഞാന്ന് വീഡിയോ ഇട്ടു, അതിൻ്റെ തലേന്ന് വീഡിയോ ഇട്ടു, ഇന്നിതാ വീഡിയോ എടുക്കുന്നു. ഇതൊക്കെ ഞാൻ ചെയ്യണമെങ്കിൽ രേണു ചേച്ചി എന്തെങ്കിലും കണ്ടന്റ് തരണേ. രേണു ചേച്ചി ഒരു കണ്ടന്റും തരാണ്ട് മൂലയ്ക്ക് അടങ്ങി ഒതുങ്ങിയിരിക്കുകയാണെങ്കിൽ എനിക്ക് വീഡിയോ ചെയ്യാൻ പറ്റുമോ?
സോ രേണു ചേച്ചിക്ക് പ്രൊമോഷൻ ഞങ്ങൾ തരുന്നുണ്ടെങ്കിൽ അതിന് വേണ്ട സാധനം രേണു ചേച്ചി ഞങ്ങൾക്ക് ഇങ്ങോട്ട് ഇട്ട് തരുന്നുണ്ട്. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു തുല്യ പങ്കുവെക്കലാണ്. വ്ളോഗേഴ്സെ താങ്ക് യു സോ മച്ച്. എനിവേ ഞാനെങ്ങനെയാണ് ജീവിച്ചു പോട്ടടാ, നിന്റെയൊക്കെ വീട്ടിൽ വന്ന് ഇറക്കുന്നുണ്ടോ? ഇല്ലല്ലോ. എന്തായാലും സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയതിന് ശേഷം രേണു ചേച്ചി ആകെ ഒരു വേറെ ലെവൽ കളിയാണ്. എന്ത് ബ്ലോഗേഴ്സ്, ഞാൻ വരുന്നുണ്ടോ നിങ്ങളുടെ ജീവിതത്തിൽ? നിങ്ങൾ എന്തിനാണ് എൻ്റെ ജീവിതം അങ്ങനെ അങ്ങോട്ട് ഇളിക്ക് മറിഞ്ഞങ്ങോട്ടങ്ങ് എന്താ പറയുക, പഴയ കടന്നങ്ങ് നീന്തുകയാണ് രേണു ചേച്ചി ചെയ്യുന്നത്. ഇടക്കിടക്കടെ. ആൻഡ് നിങ്ങളുടെയൊക്കെ വീട്ടിൽ, ഞങ്ങളുടെയൊക്കെ വീട്ടിൽ വന്നിട്ടുണ്ട് ചേച്ചി, എൻ്റെ ഈ വയനാട്ടിൽ ചേച്ചി വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പം ഫ്രിഡ്ജിലുള്ളത് നല്ല ഇതാണ്, നന്നാറി സർബത്താണ്. നന്നാത്തി സർബത്തും കലക്കി തരും, എന്തെങ്കിലും പലഹാരം തരും. പിന്നെ ഫ്രൂട്ട്സ് ആണെങ്കിൽ പഴമുണ്ട്, ഓറഞ്ച് ഉണ്ട്, മുന്തിരി ഉണ്ട്. അതുകൊണ്ട് പൈസ തന്നൊക്കെ അയ്യോ ചേച്ചീനൊക്കെ സഹായിക്കേണ്ട ആവശ്യമുണ്ടോ? UK രാജ്യങ്ങളിൽ നിന്ന് രാജ്യങ്ങളിലോട്ട് നിങ്ങൾ കമൻ്റ് ഇടുമ്പോൾ ഞാൻ ഉയർന്നു പൊന്തുക എന്ന് പറഞ്ഞ ചേച്ചിക്കൊക്കെ നമ്മളുടെ അടുത്ത് പൈസ ചോദിക്കേണ്ട ആവശ്യമുണ്ടോ? AC വാങ്ങാൻ പോവാണ്, ഐഫോൺ വാങ്ങാൻ പോവാണ്, ഇപ്പോൾ കാറ് വാങ്ങി, ഇൻ്റർവ്യൂസ്, ഇനാഗ്രേഷൻസ്, സ്വന്തം പേരിൽ എന്തോ ഒരു കാർഡ് വരെ ഇറങ്ങിയിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ നടക്കുന്ന ചേച്ചിക്ക് എന്തിന് നമ്മൾ പാവങ്ങളെ സാധനങ്ങൾ? എന്താ ചേച്ചി, ഇനി അത്ര നിർബന്ധമാണേ വന്നാൽ ഞാൻ ഈ പറഞ്ഞ പോലെ നാരങ്ങളിൽ എന്തെങ്കിലും പലഹാരം തരാം എന്ന് പറഞ്ഞാൽ പോലും നടക്കത്തില്ല. അവന്മാർക്ക് എൻ്റെ കണ്ടന്റ് കിട്ടിക്കൊണ്ടിരിക്കണം. സോ അതാണ് അവരുടെ ഉപജീവന മാർഗം. എനിവേ എൻ്റെ സബ്സ്ക്രിപ്ഷൻ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യും. ഞാൻ എൻ്റെ കാര്യം തന്നെയാണ് നോക്കുന്നത്. ഞാൻ ഇന്ന് രാവിലെ എണീച്ച് പല്ല് തേച്ച് ഫ്രഷായി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ജോലിക്ക് പോയി. ജോലിയെല്ലാം ചെയ്ത് ഞാൻ തിരിച്ചു വന്ന് എനിക്ക് വാങ്ങേണ്ട സാധനങ്ങളെല്ലാം വാങ്ങി വീട്ടിലെത്തി. രാത്രിത്തെ ഡിന്നർ കഴിച്ചിട്ട് ഇപ്പോൾ സമയം 7:05. 7:05 ഞാൻ ഇരുന്ന് ഇതെടുക്കുക. ഇനി ഈ സാധനം എടുത്തു കഴിഞ്ഞ് ഞാൻ എഡിറ്റ് ചെയ്യുന്നതിൻ്റെ സമയത്ത് ഞാൻ എൻ്റെ സ്കിൻ കെയർ ചെയ്യും, ഞാൻ എൻ്റെ ഹെയർ കെയർ ചെയ്യും. എക്സ്പോർട്ടിന് ഇടുമ്പോൾ ഞാൻ പോയിട്ട് കുളിച്ച് ഫ്രഷായി വരും. എന്നിട്ട് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യും. ഞാൻ എൻ്റെ എല്ലാ കാര്യവും ചേച്ചി ചെയ്യുന്നുണ്ട്. പിന്നെ ഉപജീവന മാർഗ്ഗം എന്തുവാ പറയുന്നത്? ഞാൻ യൂട്യൂബ് തുടങ്ങുന്നത് January 2024 ആണ്. കഴിഞ്ഞ ഒരു 7-8-9 മാസമായിട്ട് എൻ്റെ യൂട്യൂബിൽ ഇങ്ങനത്തെ വീഡിയോസ് ആക്റ്റീവ് ആയിട്ടുള്ളൂ. അതിനു മുമ്പ് വരെ ഞാൻ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട് ഞാൻ ഡിഗ്രി പഠിച്ച്, PG പഠിച്ച്, ഡി അഡിക്ഷൻ കൗൺസിലിംഗ് പഠിച്ച്, പ്രാക്ടിക്കൽ കൗൺസിലിംഗ് ഒക്കെ പഠിച്ച് കഴിഞ്ഞ് ഞാനൊരു സ്ഥാപനത്തിൽ കൗൺസിലറായി ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട് 4.5 കൊല്ലമായി. അപ്പോൾ ഉപജീവന മാർഗം യൂട്യൂബ് നല്ലായിരുന്നു. എൻ്റെ ഉപജീവന മാർഗമൊക്കെ ഞാൻ പഠിച്ചെഴുതി തൊഴിലെടുത്ത് മാന്യമായി ജീവിക്കുന്ന ഒരു കൗൺസിലറാണ്. ഞാനെല്ലാം ചെയ്യുന്നുണ്ട്. ചേച്ചിയാണോ ഒന്നും ചെയ്യാണ്ട് ഫുൾ ടൈം ചുതിച്ചേട്ടൻ എന്ന് പറഞ്ഞ് നടക്കുന്നത്. ചേച്ചിക്ക് ഫ്ലവേഴ്സുകാർ ജോലി തരാമെന്ന് പറഞ്ഞില്ലേ? എന്താ ചേച്ചി ജോലിക്ക് പോകാത്ത? ചേച്ചി പഠിച്ചിറങ്ങി എന്തോ എയർപോർട്ടിൻ്റെ എന്തോ സംഭവമില്ലേ? എന്താ ചേച്ചി ജോലി ചെയ്യാത്ത? ചേച്ചിക്ക് എന്തും ചെയ്യാം. ചേച്ചിക്ക് വീഡിയോ എടുക്കാം, നെഗറ്റീവ് പറയാം, ഷോർട്ട് ഫിലിം ചെയ്യാം, ഇല്ലാത്ത സീനുകൾ അഭിനയിക്കാം, വെറുതെ കടന്ന് ഇളിക്ക് പറയാം, ഡബിൾ സ്റ്റാൻഡ് പറയാം, വട പറയാം, എന്തും ചെയ്യാം, കുഴപ്പമില്ല. നമ്മൾ പാവങ്ങൾ എന്തേലും ചെയ്താൽ പണി നോക്കിയിരുന്നോന്ന്. ഞങ്ങൾക്ക് പിന്നെ ഇങ്ങനത്തെ ഒന്നും പറയാൻ ഇഷ്ടമല്ലായിട്ടാ. ഞങ്ങൾക്ക് വീടിൻ്റെ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങൾ വീടിൻ്റെ ഉള്ളിൽ മാത്രം നടന്നാൽ മതി. അല്ലാണ്ട് ഇങ്ങനെ എല്ലാം ഇങ്ങനെ വിളമ്പാൻ ഇഷ്ടമല്ലായിട്ടാ. സോറി. ചെയ്തിട്ടാണോ എന്ന് അറിയത്തില്ല, ഇനി ചാരപ്രവർത്തനം നടക്കുന്നുണ്ടോ എന്ന് അറിയത്തില്ല. ഞാനെടുത്ത പോസ്റ്റ് എല്ലാവർക്കും കിട്ടുന്നുണ്ട്. എനിവേ എനിക്ക് താങ്ക് യു സോ മച്ച് ഫോർ ഫ്രീ പ്രമോഷൻ. താങ്ക് യു. അതിന് വിവരമില്ലായ്മ എന്നാണ് പറയേണ്ടത്. ഞാൻ എൻ്റെ അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു സാധനം ചേച്ചിയുടെ ബയോയിൽ നോക്കിയാൽ അവിടെ കാണാൻ പറ്റും. സോ ഇത് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് പ്രൈവറ്റ് ആണെങ്കിൽ ഒള്ളി സബ്സ്ക്രൈബർ എന്ന് പറയുന്ന ലിസ്റ്റൊക്കെ ആണ്. സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞൊരു സാധനം തുടങ്ങിയാൽ പോരാ, ഇതെങ്ങനെ ചെയ്യണം എന്നറിയണം. ഇല്ലെങ്കിൽ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, അവരൊന്ന് കോണ്ടാക്ട് ചെയ്ത് പഠിക്കും. എന്ത് ചെയ്യും, ഈ വെളിവും ബോധവും ഇല്ലാണ്ട് എന്ത് സംസാരിക്കാനാണ്? അങ്ങനെ ഈ ഒരു വീഡിയോ കണ്ടിട്ട് ഞാൻ ഇങ്ങനെ മേലോട്ട് നോക്കിയിരിക്കും, ഇനി എന്താണ് രേണു ചേച്ചീനെ എടുക്കുക. അപ്പോഴാണ് എൻ്റെ കൺമുന്നിൽ ഒരു സാധനം പെട്ടത്. രേണു സുധിയുടെ DP അങ്ങ് മാറിയിരിക്കുന്നു. ഇപ്പം സ്വന്തം ഫോട്ടോയാണ്. കാരണം എത്രയോ കാലങ്ങളായി നീല ഡ്രസ്സുള്ള സുധിച്ചേട്ടൻ്റെ ഫോട്ടോയായിരുന്നു അതിലിങ്ങനെ മാറി മറിഞ്ഞിരുന്നത്. എന്നാൽ നീല ഡ്രസ്സിൽ നിന്ന് മാറി റെഡ് ഡ്രസ്സ് ഇട്ടിട്ടുള്ള കാഞ്ചനയുടെ വസ്ത്രത്തിലോട്ട് രേണു ചേച്ചി പോയിരിക്കുകയാണ്. അപ്പം മാറ്റണ്ട്. കാരണം സുധിച്ചേട്ടൻ്റെ പക്ഷേ ഉണ്ട് കേട്ടോ, ബയോലുണ്ട്. വാട്ട് ഇസ് ദാറ്റ്? വൈഫ് ഓഫ് അറ്റ് കൊല്ലം സുധി എന്ന് പറയുന്ന ഒരു സാധനം ഇട്ടിട്ടുണ്ട്. അപ്പോൾ കംപ്ലീറ്റ് കളഞ്ഞിട്ടുണ്ടെങ്കിൽ സംഭവം പണിയാവും. പിന്നെ ഇടയ്ക്കിടയ്ക്ക് മൈലാഞ്ചി വരച്ചിട്ടും കയ്യിൽ ടാറ്റു ഇട്ടിട്ടൊക്കെ സുധി എന്ന് പറയുന്ന ഒരു മന്ത്ര സൈഡിൽ കൂടെ പോകുന്നുണ്ട്. അതുകൊണ്ട് കംപ്ലീറ്റ് കളയൽ എന്ന് പറയുന്നത് ഈസ് ദ തിങ് ദാറ്റ് ഈസ് നോട്ട് പോസിബിൾ. എന്തായാലും ഇപ്പോൾ DP മാറ്റിയിട്ടുണ്ട്. ഇനി മെല്ലെ സമയത്ത് ഓരോന്ന് മാറി വരും. പക്ഷെ അതിന് മുമ്പ് സുധീനെ വെച്ച് കുറച്ചധികം ക്യാഷ് ഉണ്ടാക്കണം, എന്നിട്ടേ ഇതിനൊക്കെ ഒരു മാറ്റം കൊണ്ടുവരാൻ സാധിക്കും. ഇനി
സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ആൾക്കാർ ഈ രേണു സുധിയുമായി ബന്ധപ്പെട്ട് ചോദ്യങ്ങൾ ചോദിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതിൽ വളരെ പോസിറ്റീവ്ലി മറുപടി കൊടുക്കുന്ന ആൾക്കാരെയാണ് കൂടുതലും ഞാൻ കണ്ടിട്ടുള്ളത്. ലക്ഷ്മി നക്ഷത്രയാണെങ്കിലും അനു ആണെങ്കിലും ബാക്കി ആരാണെങ്കിലും അത് ഫ്രം ദ ഹാർട്ടാണോ അവർ പറയുന്നത് എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കണം. കാരണം സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഒരു പ്രൊഫൈലിൽ നിൽക്കുന്ന സമയത്ത് അവരിപ്പോൾ വളരെ ഓപ്പണപ്പ് ആയിട്ട് രേണു സുധീനെ എന്തേ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് രേണു സുധി കാണാനും സോഷ്യൽ മീഡിയയിൽ ഡിസ്കഷൻ ആവുമെന്നും ചർച്ചയാവും എന്നുള്ളൊക്കെ ഒരു തോട്ട് കാര്യങ്ങളൊക്കെ കൊണ്ടായിരിക്കാം മേ ബി എല്ലാവരും വളരെ പോസിറ്റീവ്ലി വലിയ പ്രശ്നമില്ലാത്ത രീതിയിൽ ഈ വിഷയത്തെ അങ്ങോട്ട് അഡ്രസ്സ് ചെയ്തു. എന്നാൽ ഒരാൾ ഒരു പോയിന്റ് പറയുന്നുണ്ട്, അതൊന്ന് കേട്ടു. പരിചയമുള്ളൂ എനിക്ക് രേണു സുധി. അന്ന് ആസ്വദിച്ചാൽ ട്രോഫിയൊക്കെ ഇങ്ങനെ എടുത്ത് അവാർഡൊക്കെ കൊണ്ട് കട്ടിൻ്റെ അടിയിലൊക്കെ ഇട്ടപ്പോൾ എനിക്ക് നുണ പറയാല്ല, എനിക്ക് മനസ്സിൽ വെച്ച് പെരുമാറാം. ഈ ഒരു ആളറിയാലോ, സുധി എന്ന് പറയുന്ന ഒരു കോമഡി കലാകാരിയാണ്. സ്റ്റാൻഡപ്പ് കോമഡിയാണെന്ന് തോന്നുന്നു ആൾ. ബേസിക്കലി ഫേമസ് കാർത്തിക് സൂര്യയുടെ ഒക്കെ ഒരു പ്രോഗ്രാമാണ്. അപ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട്, ഞാൻ ആളുടെ വ്ളോഗ് കാണലുണ്ട്. എസ്പെഷ്യലി ആളുടെ ഫാമിലി എനിക്ക് മീൻസ് ആളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് എനിക്കറിയാം. 2 ഇരട്ട കുട്ടികളാണ്. അവർക്ക് ഡ്രസ്സ് വാങ്ങുന്ന അല്ലെങ്കിൽ ഇവർക്ക് കുറേ ഗിഫ്റ്റ് അയച്ചു തരുന്ന, ഇവരെ പണ്ടത്തെ വീടിൻ്റെ ഒക്കെ അവസ്ഥ കാണാൻ ദയനീയമാണ്. അതിൽ നിന്ന് മാറി ഇപ്പോൾ പുതിയൊരു വാടക വീടാണെന്ന് തോന്നുന്നു. അതായത് വ്ളോഗ്സ്, കാര്യങ്ങൾ, ബർത്ത്ഡേ സെലിബ്രേഷൻ, കട്ടിങ് ഒക്കെ ഞാൻ കാണലുണ്ട്. അപ്പോൾ ഇവരുടെ ഇൻ്റർവ്യൂ വന്ന സമയത്ത് ഇവർ വളരെ ക്ലിയർ ആയിട്ട് വളരെ ഓപ്പൺ ആയിട്ട് ഇവർ പറഞ്ഞു, എനിക്ക് കള്ളത്തരം പറയേണ്ട ആവശ്യമില്ല. സുധിച്ചേട്ടൻ്റെ ട്രോഫിയും കാര്യങ്ങളൊക്കെ കട്ടിനടിയിലിട്ടപ്പം എനിക്ക് എന്തോ ഒരു നെഗറ്റിവിറ്റി തോന്നിയെന്ന്. നമുക്ക് വളരെ ഇഷ്ടമുള്ള, നമുക്ക് വളരെ വേണ്ടപ്പെട്ട വ്യക്തികളുടെ ഒരു സാധനവും നമുക്ക് കൊണ്ടുപോയി ഇങ്ങനെ തോന്നിയെടുത്ത് കളയാൻ പറ്റില്ല. നമ്മൾ പണ്ട് വേണ്ട എന്ന് കരുതി, ഇപ്പം നമ്മളുടെ വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരു വ്യക്തിയുടെ ഒരു സാധനം നമ്മളുടെ കയ്യിലുണ്ടെങ്കിൽ പണ്ട് നമ്മൾ മൈൻഡ് ചെയ്യാത്ത സാധനം അതിൽ നഷ്ടപ്പെട്ട് കഴിയുമ്പം നമുക്കത് വളരെ പ്രഷ്യസ് ആയിട്ട് നമ്മളെപ്പോഴും നമ്മളുടെ കയ്യിൽ തന്നെ ഹോൾഡ് ചെയ്ത് പിടിക്കും. അപ്പോൾ അങ്ങനെയാണ് പൊതുവെയുള്ള മനുഷ്യന്മാർ ചെയ്യുക. ഇതെന്താണെന്ന് എനിക്കറിയില്ല. അപ്പോൾ രേണു സുധി എന്ന് പറയുന്ന ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ അവാർഡ്സ് റിസീവ് ചെയ്ത അവാർഡ്സ് കാര്യങ്ങൾ കട്ടിലടിയിലിട്ടപ്പോൾ നെഗറ്റീവ് തോന്നി എന്ന് സ്റ്റാൻഡോട് കൂടി ആളെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതേ തോട്ട്സ് ഒരുവിധം എല്ലാ ആൾക്കാരുടെ മനസ്സിലുമുണ്ട്. ഈ അനുമോളൊക്കെ എത്രത്തോളം കൊല്ലം സുധീനെ സ്നേഹിക്കുന്നതാണ്, ലക്ഷ്മി നക്ഷത്രം എത്രത്തോളം സ്നേഹിക്കുന്നവരാണ്. ഇവരൊക്കെ ഒന്നുമില്ല, എന്തേലും ആവട്ടെ കുഴപ്പമില്ല എന്ന് പറഞ്ഞു പോകുമ്പം ഇതുപോലെ പലതും ഇവരുടെ മൈൻഡിലുണ്ടാവും. പക്ഷെ അതവർ പറയുന്നില്ല എന്നേ ഉള്ളൂ. ഈവൻ ബിഗ് ബോസ് 7 വന്ന സമയത്ത് രേണു അമ്മൂലയ്ക്കും അനു ഇമ്മൂലയ്ക്കുമാണ്. ഇവർ രണ്ടും ഇന്നേ വരെ കണ്ട് പരിചയമില്ലാത്ത പോലെയാണ് പെരുമാറിയിട്ടുള്ളത്. അപ്പോൾ അതാണ് ഞാൻ പറയുന്നത്, പലവരുടെ മനസ്സിലുണ്ട്, പക്ഷെ ആരും പറയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഇൻ ജനറൽ നിങ്ങൾ വളരെ ക്ലിയർ ആയിട്ട് ഈ ലേഡീനെ നോക്കിയാൽ നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാവും ഇവരെന്താണ് സോഷ്യൽ മീഡിയയിൽ കാണിച്ചു കൂട്ടുന്നതെന്ന്. സബ്സ്ക്രിപ്ഷൻ വന്ന സമയത്ത് മേ ബി എല്ലാവരും ഒരുപോലെ തെരഞ്ഞിട്ടുള്ളൊരു മറുപടി ഓഫ്കോഴ്സ് കിച്ചുവിൻ്റെ ആയിരിക്കും. കിച്ചു എന്താ ഒന്നും മിണ്ടാത്തത്, കിച്ചുവിന് എന്താ പറയാനുള്ളത്, കിച്ചു എന്താ സംസാരിക്കാത്തത് എന്ന് ആലോചിക്കാത്ത ഒരാൾ പോലും ഉണ്ടാവില്ല എന്നാണ് എൻ്റെ നിഗമനം. എന്തായാലും കിച്ചു സബ്സ്ക്രിപ്ഷനുമായി ബന്ധപ്പെട്ട് പലതും പറഞ്ഞില്ലെങ്കിലും കിച്ചു പണ്ടേ രേണുസുധി ചേച്ചീൻ്റെ കളിയുമായി ബന്ധപ്പെട്ട് കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതും കൂടെ ഒന്ന് നോക്കിയിട്ട് ഈ വീഡിയോ അവസാനിപ്പിക്കാം. പറ്റി ഓരോന്ന് കേൾക്കുമ്പോൾ റിയാക്ട് ചെയ്യാത്തത് അമ്മയുടെ ഇതെനിക്ക് ഇതായിട്ട് പണ്ടേ പറഞ്ഞ കാര്യമാണ്. എനിക്ക് അമ്മ ഇപ്പം എന്ത് ചെയ്യുന്നു ചെയ്തോട്ടെ, എനിക്കത് ഒരു ഇതായിട്ട് ഞാൻ മൈൻഡ് ചെയ്യാറില്ല. ഇപ്പം അമ്മയുടെ ഇഷ്ടം അതുപോലെ നടക്കണ്ട. അല്ലാണ്ട് ഞാൻ ആരെയും പേടിച്ചോ ആരും എന്നെ വാടപ്പിച്ചോ അങ്ങനെ നിർത്തിയേക്കുന്നൊന്നുമല്ല. എനിക്ക് അതിനെക്കുറിച്ച് റിയാക്ട് ചെയ്യണമെന്നൊന്നും അങ്ങനെയില്ല. അന്നും ഇന്നും രേണുസുധിയുടെ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു റെസ്പോൺസ് കിച്ചുവിൻ്റെ അടുത്ത് ചോദിക്കുമ്പോൾ കിച്ചു പറഞ്ഞിട്ടുള്ളൊരു കാര്യം ഇത് മാത്രമാണ്: അമ്മ എന്ത് ചെയ്യണം എന്നുള്ളത് അമ്മയുടെ ഇഷ്ടമാണ്. അമ്മയ്ക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ അമ്മയുടെ ഇഷ്ടത്തിന് അമ്മ ചെയ്തോട്ടെ, എനിക്കിതിൽ പ്രത്യേകിച്ചൊന്നും പറയാനില്ല, ഞാനൊന്നും പറയുകയും ഇല്ല എന്നാണ് പറയുന്നത്. ഇവിടെ കിച്ചുവിന് പറയുന്നതിന് ഒരു ലിമിറ്റേഷൻ ഉണ്ട്. എത്രയൊക്കെ ആണെങ്കിലും കിച്ചുവിൻ്റെ മനസ്സിലും ചിലപ്പോൾ തോന്നാതിരിക്കാം. പക്ഷെ ഇനി തോന്നിയാലും കിച്ചുവിന് ഒരിക്കലും സോഷ്യൽ മീഡിയയിൽ ഓപ്പൺ പ്ലാറ്റ്ഫോമിൽ വന്ന് പറയാൻ സാധിക്കില്ല. ആൻഡ് കിച്ചുവിന് ഇത് പറയുന്നിടത്തും ഒരു ഫ്രീഡം ഉണ്ട്. നമ്മളുടെ സ്വന്തം മദറിൻ്റെ അടുത്തും നമ്മളുടെ ഒരു സ്റ്റെപ്പ് മദറിൻ്റെ അടുത്തും നമ്മൾ സംസാരിക്കുന്നതിൽ ചെറിയൊരു വ്യത്യാസമല്ലേ? ഇപ്പം ഒരേ മിസ്റ്റേക്ക് നമ്മുടെ അമ്മ ചെയ്യുന്നതും നമ്മുടെ ആൻറ്റിമാർ ചെയ്യുന്നതും തമ്മിൽ വ്യത്യാസമല്ലേ? നമ്മുടെ അമ്മയാണ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഒരു അമ്മ എന്തെന്ന് കാണിക്കാൻ പാടില്ല എന്ന് നമ്മൾ പറയും. പക്ഷെ നമ്മൾ ആൻറ്റി ആകുമ്പോഴോ നമ്മളൊന്നും പറയില്ല, നമുക്ക് തോന്നുകയുള്ളൂ. അപ്പം ഇങ്ങനത്തെ 2 വ്യത്യാസങ്ങൾ ചിലപ്പോൾ ഈ സിറ്റുവേഷനിൽ നടക്കാം. ഒന്നെങ്കിൽ ആൾക്ക് പറയണമെന്നുണ്ടാവും, പക്ഷെ പറയാനുള്ള ആ ഒരു ഫ്രീഡം ഉണ്ടാവണമെന്നില്ല. അല്ലെങ്കിൽ ആൾ പറഞ്ഞതുപോലെ തന്നെ തോന്നിയാലും ചിലപ്പോൾ പബ്ലിക്കിൽ വന്ന് പറയാൻ ആൾ ആഗ്രഹിക്കുന്നുണ്ടാവില്ല. അല്ലെങ്കിൽ ആൾ ഈ പെർട്ടിക്കുലർ വുമണുമായിട്ട് ഒരു തരത്തിലുള്ള കണക്ഷനും ഉണ്ടാവില്ല. ജസ്റ്റ് കാണുക, മിണ്ടുക, അത്രമാത്രം. അവർക്ക് അവരുടെ ജീവിതം, എനിക്ക് എൻ്റെ ജീവിതം, ഇതിൽ ഏത് സ്റ്റാൻഡും ആവും. അതുകൊണ്ട് തന്നെ സബ്സ്ക്രിപ്ഷൻ എടുത്താലും കിച്ചുവിൻ്റെ കയ്യിൽ നിന്ന് ഈ റെസ്പോൺസ് മാത്രം പ്രതീക്ഷിച്ചാൽ മതി. എന്നാൽ ഒരു സാധനം കിച്ചു ഇതിൽ പറയുന്നത് ഞാൻ ശ്രദ്ധിച്ചു, ഒന്ന് കേട്ടു. അമ്മയ്ക്ക് അമ്മയുടെ ഇഷ്ടം ഇങ്ങനെ പോട്ടെ, അല്ലാണ്ട് എന്നെ പേടിപ്പിച്ച് വെച്ചേക്കുന്നു. കാര്യം പറയും, ആ കാര്യം പറയും. പിന്നെ പറയുന്ന രേണുവിനെ പറഞ്ഞിങ്ങനെ
മനസ്സിലാക്കണം, അമ്മേനെ പറഞ്ഞ് മനസ്സിലാക്കണം. ഞാൻ ഇപ്പൊ എന്ത് പറഞ്ഞാൽ ഓരോരുത്തർക്ക് ഇപ്പോൾ ഒരായിട്ടുള്ള ഇഷ്ടങ്ങളാണല്ലോ. അങ്ങനെ റിയാക്ട് ചെയ്യാനായിട്ട് നിന്നാ ഞാൻ ഡെയിലി ഇങ്ങനെ വീഡിയോ ചെയ്തുകൊണ്ടിരുന്നാലേ പറ്റത്തുള്ളൂ. ഒരു കൈ ഇങ്ങനെ അടിക്കുമ്പോൾ ശബ്ദം ഉണ്ടാവില്ല. ഓരോരുത്തർക്ക് അവരുടേതായ ഇഷ്ടങ്ങൾ ഉണ്ടാവും. ആ ഇഷ്ടത്തിനനുസരിച്ചാണ് അവർ ജീവിക്കുന്നതെന്ന്. അപ്പം കിച്ചുവിനറിയാം രേണുവിന് ഇതൊക്കെ തന്നെയാണ് ഇഷ്ടം, രേണു ഇതൊക്കെയാണ് ആഗ്രഹിക്കുന്നത്. ഈവൻ സോഷ്യൽ മീഡിയയിൽ കൂടിയാണെങ്കിലും പല പ്ലാറ്റ്ഫോമിൽ കൂടിയും പല ഡിസ്കഷൻ നടന്നിട്ടും രേണു സുധി എന്ന് പറയുന്ന ഒരു വ്യക്തി ഇതിൽ നിന്ന് മാറുന്നില്ലെങ്കിൽ അവർക്ക് അതാണ് ഇഷ്ടം, അവരതാണ് ആഗ്രഹിക്കുന്നത്, അവരങ്ങനെ ജീവിക്കാനാണ് പോകുന്നത് എന്നാണ് കിച്ചു വളരെ ഓപ്പണായിട്ട് പറയുന്നത്. ആൻഡ് സെക്കൻഡ് തിങ്, ഞാനിങ്ങനെ സംസാരിക്കാൻ നിൽക്കുകയാണെങ്കിൽ എല്ലാ ദിവസവും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കേണ്ടി വരും എന്നാണ് കിച്ചു പറയുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ അതങ്ങനെയാണോ? കാരണം രേണു സുധി ഡെയിലി കോൺട്രവേഴ്സി ഉണ്ടാക്കുന്ന ഒരു വ്യക്തിയാണെന്ന് സ്വന്തം മകൻ ഇവിടെ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇതിൽ കൂടുതൽ എന്താ പറയേണ്ട ആവശ്യം? സോ നെഗറ്റീവ് വോളി ഞങ്ങളാണോ രേണു ചേച്ചിയാണോ എന്നുള്ളത് രേണു ചേച്ചി ശരിക്കും ഇരുത്തി ആലോചിച്ച് നോക്കാം. എന്തായാലും സബ്സ്ക്രിപ്ഷനൊക്കെ തുടങ്ങിയല്ലേ, ജനങ്ങളെ കാണിക്കാനാണെങ്കിൽ ഒരു 3-4 വീഡിയോസ് ഇട്, അതിൽ നിന്നും കുറച്ച് ഏർണിംഗ് ഒക്കെ ഉണ്ടാക്ക്. എന്തായാലും തുടർക്കഥയുമായി നാളെ വരാം. അതേ ഇപ്പോൾ ഇവിടെ പറയാൻ പറ്റൂ, കാരണം ഇതുകൊണ്ടൊന്നും അവസാനിക്കുന്നില്ലേ.